മോളിങ് വാ വിളിക്കുന്നു, വടിയെടുക്കുന്നു, 5 അടി. അന്ന് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു മെന്റലി ബോൾഡ് ആവണത് നമുക്ക് ക്രൈസിസ് വരുമ്പോൾ മാത്രമാണ്. ഒരു ക്രൈസിസ്, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ തല്ലി വളർത്തണം എന്ന് കാരണവന്മാർ പറയണത്. അട്ടിക്കൊടുക്കേണ്ടിടത്ത് അടി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാർ തല്ലാതിരിക്കും. കൊടുക്കണം. കേട്ടോടീന്ന് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചത് കണ്ടുപിടിച്ച് അടി കൊടുക്കാനായിട്ട് മനോജേട്ടൻ വടി എടുക്കാൻ തുടങ്ങി. അയ്യോ എന്നെ തല്ലിയേന്ന് വെറുതെ കരയോള്. അപ്പൊ എന്താന്ന് വെച്ചാല് മനോജേട്ടന്റെ അമ്മ വന്നിട്ട് നീ കൊച്ചിനെ തല്ലിയോടാ. പിന്നെ അവിടെ ഭയങ്കര കോർട്ടായി, വിസ്താരമായി, ജഡ്ജായി, തൂക്കി കൊന്നു കളയും മനോജേട്ടനെ. മനോജേട്ടൻ പറഞ്ഞു ഇപ്പൊ ഞാൻ അടിച്ചാൽ ഒരടിയേ തരുള്ളൂ, ഇത് കഴിഞ്ഞ് അമ്മ ഇവിടെ ഇല്ലാത്തപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 5 അടി തരുന്നത്. അപ്പൊ അവള് വിചാരിച്ചു ഇത് അച്ഛൻ മറക്കും, അതുകൊണ്ട് എനിക്ക് 5 അടി മതി, ഇപ്പൊ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞു. 1 മാസമോ 3 മാസമോ അങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി അതിന്റെ മോളുടെ അടുത്തേക്ക് പോയി. ഏത് മനോജേട്ടന്റെ അമ്മ മനോജേട്ടന്റെ പെങ്ങളുടെ അടുത്തേക്ക് പോയി. ഈ പുള്ളിക്കാരിയെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. നേരെ തിരിച്ചു വന്നിട്ട് മോളിങ് വാ വിളിക്കുന്നു, വടിയെടുക്കുന്നു, 5 അടി. അന്ന് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു അതാണ് ഈ തരണത് എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്ത തെറ്റിന് അടി കൊടുത്തു. പിന്നെ അവള് കരഞ്ഞിട്ടില്ല. അടി കൊടുക്കേണ്ടിടത്ത് അടി തന്നെ കൊടുക്കണം. പേടിപ്പിച്ച് നിർത്തേണ്ട പ്രായത്തിൽ കുട്ടികളെ പേടിപ്പിച്ച് തന്നെ നിർത്തണം. ഭരിക്കാൻ അനുവദിക്കരുത്. പക്ഷെ അത് ജെനുവിൻ ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ.